നമസ്കാരം. നമ്മുടെ തൊട്ടപ്പുറത്ത് പറഞ്ഞാൽ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഒന്നുമല്ല, നേപ്പാളിൽ. അവിടെ പ്രധാനമന്ത്രി രാജിവെക്കാനിടയായ സാഹചര്യം അത് ശ്രദ്ധിച്ചവർക്കെല്ലാം അറിയാം. സമൂഹ മാധ്യമങ്ങൾക്കടക്കം വിലക്ക് ഏർപ്പെടുത്തി. ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി അവിടുത്തെ യുവത, ഈ ജെൻ എക്സ് പിള്ളേരാന്ന് പറയുന്നു, എന്തായാലും അവരെല്ലാം ചാടി വെളിയിറങ്ങി ആകെ ബഹളമാണ്. മന്ത്രിമാരെ ഓടിച്ചിട്ട് പിടിക്കുന്നു, വീടുകൾക്ക് തീ വയ്ക്കുന്നു. മന്ത്രിമാരുടെ വീടുകൾക്ക്, മന്ത്രിമാരുടെ മക്കളുടെ ആഡംബര കാറുകൾ ഓടിച്ചിട്ട് കത്തിക്കുന്നു. ഇങ്ങനെയുള്ള വൻ പരിപാടികളാണ് അവിടെ അരങ്ങേറുന്നത്. ഗതികെട്ട് പ്രധാനമന്ത്രി രാജിവെച്ച് സ്ഥലം വിട്ടു. ഇനിയെങ്കിലും ആ പ്രക്ഷോഭം അവസാനിക്കും എന്ന് കരുതാം. കേരളത്തിനും സമാനമായ രീതിയിൽ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. തൽക്കാലം വീട് കത്തിപ്പ് ഓടിച്ചിന് പിടുത്തമൊന്നുമില്ല. പ്രക്ഷോഭം നമ്മുടെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, പ്രതിപക്ഷ നേതാവിനെതിരെ എന്തിനാണ് പ്രക്ഷോഭം? പ്രതിപക്ഷ നേതാവിനെതിരെ പ്രക്ഷോഭം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായ സൈബർ ചാവേറുകൾ തന്നെയാണ്. ഏതായാലും ഇത് അതുപോലെ സർക്കാർ ഗൂഢാലോചന എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ, അല്ലെങ്കിൽ ഈ അക്രമത്തിന് പിന്നിൽ, ഈ ആക്ഷേപങ്ങൾക്ക് പിന്നിൽ, വിമർശനങ്ങൾക്ക് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടം. കഴിഞ്ഞ ദിവസമാണ് വി.ടി. ബൽറാം കോൺഗ്രസിലെ സോഷ്യൽ മീഡിയ സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കി അദ്ദേഹം രാജിവെച്ചു എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വരുന്നത്. വി.ഡി. സതീശനെതിരെ കോൺഗ്രസിൻ്റെ തന്നെ ചില ഗ്രൂപ്പുകളിൽ, ചില പ്ലാറ്റ്ഫോമുകളിൽ വന്ന പോസ്റ്റുകളെ തുടർന്നാണ് ഈ നടപടി എന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. വി.ഡി. സതീശനോട് ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയ സെല്ലോ അതെന്തുവാ, അങ്ങനെ ഒരു സാധനമുണ്ടോ, എനിക്കറിയൂടാ, വി.ടി. ബൽറാം ചോദിച്ചു എന്നൊക്കെ സതീശൻ പറഞ്ഞു. എനിക്ക് അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഡീറ്റെയിൽ മീഡിയയായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ ഒരു ഡീറ്റെയിൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെയായിട്ട് ഒരു ഡീറ്റെയിൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല. എനിക്ക് ആ ഡീറ്റെയിൽ മീഡിയയായിട്ട് യാതൊരു ബന്ധമില്ല. പിറ്റേന്ന് ഞാനെങ്ങും പോയിട്ടില്ല, രാജിവെച്ചിട്ടില്ല എന്ന് വി.ടി. ബൽറാം. കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ സെല്ലുണ്ട്. വി.ടി. ബൽറാം അതിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹത്തെ നീക്കിയിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് ഇവരെല്ലാം വേറെ സൈഡ് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി.ടി. ബൽറാമുമായി ബന്ധപ്പെട്ട കാര്യം അനാവശ്യമാണ്. വി.ടി. ബൽറാമിനെ ആരും, ഞാൻ ഇന്നലെ വി.ടി. ബൽറാമോട് സംസാരിച്ചു, കെ.പി.സി. പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തെ ആരും പുറത്താക്കിയിട്ടില്ല, അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അത് ഒരു പോസ്റ്റ്, ചുമതലക്കാരനല്ലല്ലോ പോസ്റ്റ് ഇടുന്നത്, അതിന്റെ മറ്റ് സഹപ്രവർത്തകർ ഉണ്ടാവുമല്ലോ. അതിന് പിന്നാലെ സതീശനെതിരെ വലിയ വിമർശനവുമായി കോൺഗ്രസിൽ അറിയപ്പെടുന്ന സൈബർ ചാവേറുകൾ രംഗത്തെത്തുന്നു. നിസാർ കുമ്പിള എന്ന ഐഡിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന പോസ്റ്റ്, സതീശനെ ഈ ആലുവയ്ക്ക് പുറത്ത് അറിയുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ പണി തുടങ്ങിയതാണ്. പറവൂരിന് പുറത്ത് സതീശനെ അറിയുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ പണി തുടങ്ങിയത്, അതുകൊണ്ട് ഞങ്ങളുടെ ഈ കളി വേണ്ട എന്ന മട്ടിൽ ഒരു പോസ്റ്റ്. നിസാർ കുമ്പിളയെ അറിയാത്ത, രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, രാഷ്ട്രീയം പരിശോധിക്കുന്ന ഫേസ്ബുക്ക് ഉപഭോക്താക്കൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ നിസാർ കുമ്പിളെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അമ്മാതിരി കോൺഗ്രസ് ചാവേറാണ്. രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലുമെല്ലാം നേതൃത്വം നൽകിയിരുന്ന ഓൺലൈൻ കോൺഗ്രസ് എന്ന് നമുക്കൊക്കെ പറയാവുന്ന സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ്സുകാരുടെ എല്ലാം ഒരു ആരാധനാപാത്രമാണ് നിസാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തൊട്ടതോടുകൂടി വി.ഡി. സതീശനെതിരെ വ്യാപകമായി കോൺഗ്രസ് സൈബർ പോരാളികൾ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലത്തെ പോസ്റ്റുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്നുണ്ട്. പാവം വി.ഡി. സതീശൻ UDF ചെയർമാനാണ്, പ്രതിപക്ഷ നേതാവാണ്, നിലവിൽ കേരളത്തിലെ കോൺഗ്രസിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയാണ്. പറഞ്ഞിട്ട് എന്ത് കാര്യം? വോട്ടിച്ചിട്ടാണ് സൈബർ ചാവേറുകൾ അദ്ദേഹത്തെ വിമർശിക്കുന്നതും അധിക്ഷേപിക്കുന്നതും. എന്താണ് സതീശൻ ചെയ്ത തെറ്റെന്ന് ചോദിച്ചാൽ സൈബർ ചാവേറുകൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തത് വി.ഡി. സതീശനാണ്, അല്ലെങ്കിൽ വി.ഡി. സതീശൻ്റെ ശക്തമായ നിലപാട് കാരണമാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വീട്ടിലിരിക്കുന്നത് എന്ന വ്യാപകമായ ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം രാജ്യസേവനം നടത്തിയിട്ടോ ധീരപ്രവൃത്തി ചെയ്തിട്ടോ അല്ല കോൺഗ്രസിൽ നിന്ന് പുറത്തായത്, കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടത് എന്ന് പോലും ഈ സൈബർ ചാവേറുകൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം. രാഹുലിനെതിരെ ശക്തമായ നിലപാടെടുത്തതും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്ന് നിലപാടെടുത്തതുമെല്ലാം വി.ഡി. സതീശനാണെന്ന് എല്ലാവർക്കും അറിയാം. ഉത്തരവാദിത്വത്തോടുകൂടി നടപടിയെടുക്കുമെന്ന് സതീശൻ പറഞ്ഞു. ആ നടപടിയിലേക്ക് കോൺഗ്രസ് പോയി. രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് പുറത്താണ്. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം മാങ്കൂട്ടത്തിനെ തുടങ്ങാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുന്നത് അനുചിതമാകും എന്ന നിലപാട് വി.ഡി. സതീശൻ ഇതിനോടകം തന്നെ എടുത്തു കഴിഞ്ഞു, അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കാരണം സർക്കാരിനെതിരായുള്ള പ്രക്ഷോഭങ്ങളുടെ മുനയൊടിക്കും എന്നാണ് സതീശൻ അത് പറയുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നിരിക്കുന്നത് UDFിനോട് അല്ല, അദ്ദേഹം ഒറ്റയ്ക്കിരുന്നാലും നിയമസഭയിൽ രാഹുലിൻ്റെ സാന്നിധ്യം എല്ലാ ശ്രദ്ധയും അങ്ങോട്ടാക്കും. രാഹുലിൻ്റെ വിഷയം വീണ്ടും സജീവ ചർച്ചയാകും എന്ന് മറ്റാരെക്കാളും നന്നായി സതീശൻ അറിയാം.
പക്ഷേ രാഹുലിനെ സസ്പെൻഡ് ചെയ്ത, രാഹുലിനെ മാറ്റി നിർത്തിയ അതേ പാർട്ടി തന്നെയാണ്, അല്ലെങ്കിൽ അതേ പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ് പറയുന്നത് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതായത് അവരത് പറയുന്ന ന്യായം, ഇതുവരെ രാഹുലിനെതിരെ പരാതിയൊന്നും വന്നിട്ടില്ല എന്ന് കെ മുരളീധരൻ പറയും. അടൂർ പ്രകാശ് അടക്കമുള്ളവർ പറയുന്നത് ഈ ഓഡിയോ മുതൽ ഗർഭം വരെയുള്ള മുഴുവൻ സംഭവങ്ങളും എയുടെ കളി ആണെന്നാണ്. എന്തല്ലേ പാവ എ. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ക്യാപ്സൂളുകൾ, നേരത്തെ അപ്പുറത്തായിരുന്നു ക്യാപ്സൂളുകൾ, ഇപ്പോൾ ഇവിടെ വ്യാപകമായി വിതരണം ചെയ്യുന്നുണ്ട്. ഇത്തരം ക്യാപ്സൂളുകൾ ഇങ്ങനെ വിതരണം ചെയ്യുന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരണം. ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരണമെന്ന് മാത്രമല്ല, സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് ഒരു അടിയന്തര പ്രമേയം അദ്ദേഹത്തെ കൊണ്ട് അവതരിപ്പിക്കണം എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്. അത് ചെയ്യണം കേട്ടോ. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അവരുടെ സൈബർ സംഘം, അല്ലെങ്കിൽ ആരോ സ്പോൺസർ ചെയ്യുന്ന സൈബർ സംഘം വളരെ കരുത്തോടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം ഇട്ട ഒരു ഓണാശംസ, അത് 32K ആവുന്നു, 50K ആവുന്നു, 55K ആവുന്നു എന്നൊക്കെ പറഞ്ഞ് വിടർന്ന കണ്ണുകളുമായി ആരാധകർ കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി എന്തു വലിയ ജനപ്രീതിയാണ്. ഈ 32Kയും 40Kയും 50Kയും 100Kയും ഒക്കെ ആക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഈ ഫേസ്ബുക്ക് എന്ന് ഇവർക്കാർക്കും അറിയാൻ വയ്യിച്ചിട്ടല്ല. ഇങ്ങനെയാണെങ്കിൽ ഞാനൊരു പോസ്റ്റിട്ടാൽ എനിക്കൊരു 5-6K കിട്ടുമെന്ന് പറയും, എന്നെ പിടിച്ച് നിങ്ങളാരെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുമോ എന്ന് ചോദിക്കണമെന്നുണ്ട്. ചോദിക്കുന്നില്ല. ഏതായാലും സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്നവർ വളരെ ശക്തമായി പറയുന്നുണ്ട് വലിയ PR പണി ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ റീച്ച് കൂട്ടണം, എങ്ങനെയാണ് ഈ കളികൾ കളിക്കേണ്ടതെന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ നന്നായിട്ട് അറിയാമെന്ന് മലയാളികളോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യവുമില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ എത്തിക്കാൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും സജീവമാക്കാൻ അണിയറയിൽ വലിയ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ VD സതീശൻ 1 ഇഞ്ച് നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇതിനിടയ്ക്ക് പല കൗതുകകരമായ കാഴ്ചകളും കാണുന്നുണ്ട്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നമ്മുടെ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അതും വേറെ ഏതോ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിച്ച് ചോദിക്കാം, അദ്ദേഹത്തിൻ്റെ തിരക്കായുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇടുന്നില്ല, പകരം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഫോൺ നമ്പർ ഇടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ നമ്പർ അങ്ങിട്ടു. എങ്ങനെയുണ്ട് പണി? രാഹുൽ ഈശ്വറിൻ്റെയൊക്കെ പണി. നാളെ ആരെങ്കിലും രാഹുൽ ഈശ്വറിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിൻ്റെ ചോദിക്കൂ എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ, രാഹുൽ ഈശ്വറിന് പിന്നെ കുഴപ്പമില്ല, ആര് വിളിച്ചാലും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഏതായാലും ഇതൊക്കെ വളരെ മോശമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിലേക്ക് തൽക്കാലത്തേക്ക് അദ്ദേഹം നിയമസഭയിൽ എത്തണ്ട എന്ന VD സതീശൻ്റെ നിലപാടിനോട് തന്നെയാണ് എനിക്ക് വിയോജിപ്പ്. കാരണം ന്യായം പറയുന്നവർ പറയുന്നുണ്ട് CPMന് ഇതേ ആരോപണം നേരിട്ട MLA മാർ നിയമസഭയിൽ വന്നിരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് കുഴപ്പം എന്നാണ്. CPM നിങ്ങളും ഒരേപോലെയാണെന്ന് നിങ്ങളങ്ങ് സമ്മതിച്ചാൽ ഈ പറയുന്ന ന്യായമുണ്ട്. ഞങ്ങൾ അവരെ പോലെ അല്ല എന്നാണ് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഓർക്കണം. പിന്നെ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഹുൽ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. മറ്റു നേതാക്കൾ AI ആണ്, ഫേക്കാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് ഒരക്ഷരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ ശബ്ദം എൻ്റേതല്ല എന്ന് പോലും രാഹുൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഏറ്റവും നന്നായി ഇതിനകത്ത് രാഹുൽ ചെയ്യേണ്ടത്, ഈ തെറ്റി പറ്റാത്ത മനുഷ്യരില്ല, അത് ഏറ്റുപറഞ്ഞ് ഒരു ബ്രേക്കൊക്കെ എടുത്ത് വളരെ ശക്തമായി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റേറ്റ് പറഞ്ഞാൽ ക്ഷമിക്കാത്ത മനസ്സുകളൊന്നുമില്ലല്ലോ. ഏറ്റു പറയാം, അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ട്. ഈ മുതിർന്ന നേതാക്കൾ പറയുന്നതിൽ 36 വയസ്സായിട്ടുള്ള അദ്ദേഹത്തിന് ഇനിയും ധാരാളം സമയമുണ്ട്. തൽക്കാലം ഒരു ബ്രേക്കൊക്കെ എടുത്ത് ഒരു നല്ല രാഷ്ട്രീയക്കാരനായി രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന അനേകം പേരിൽ ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ നടത്തുന്ന ഈ വളഞ്ഞ വഴികളും ഫേസ്ബുക്കിലെയും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഈ വെളുത്തരങ്ങളും ഇത്തരം സംഭവങ്ങളൊക്കെ ഒഴിവാക്കി വരാൻ പോകുന്ന നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകളെ നേടാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. ഇപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന ഏതൊരു നീക്കങ്ങളും കോൺഗ്രസിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കും എന്ന് പറയുന്നതും ഇതേ നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ആലോചിക്കുക.
രാഹുൽ വരണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത് രാഹുലിന് വിട്ടുകൊടുക്കുന്നു എന്ന പഴഞ്ച ന്യായം, എന്ന ഉടായ്പ ന്യായം ദയവ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. കാണാം.